വി ഡി സതീശ, ഇതാണ് താങ്കളോട് വളരെ സ്നേഹപൂർവ്വം എനിക്ക് പറയാനുള്ളത്. ഇതിനൊക്കെ കാരണം താങ്കളുടെ പിടിപ്പുകേടാണ്, താങ്കളുടെ മെല്ലെപ്പോക്കാണ്. പോരാ സതീശ, പോരാ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ 3 മാസത്തിനുള്ളിൽ ചെയ്തു. പക്ഷെ ഇതൊന്നും പോരാ. ഈ പറയുന്ന തെണ്ടിക്കൂട്ടങ്ങളെ, ഈ പറയുന്ന തെമ്മാടിക്കൂട്ടങ്ങളെ നിലക്ക് നിർത്താൻ താങ്കളുടെ ഈ മെല്ലെപ്പോക്ക് പോരാ കേട്ടോ സതീശ. ഇതാണ് ജോളി മുന്നറിയിപ്പ് നൽകുന്നത്. തൂഫാൻ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നൂറുകണക്കിന് ആളുകൾ പിടിയിലാകുമ്പോ, നൂറുകണക്കിന് കിലോ MDMA-യും കഞ്ചാവും പിടിച്ചെടുക്കുമ്പോ ഈ പറയുന്ന വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ എന്തുകൊണ്ട് പിണറായി വിജയന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിടിപ്പുകേട് അല്ലെങ്കിൽ ഇവരുടെ തോന്നിവാസം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എന്തുകൊണ്ട് ഇവർ ശക്തിയുക്തം പറയുന്നില്ല? ഇതാ പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ പിടിപ്പുകേടെന്നോ. ഇവർ യഥാർത്ഥത്തിൽ പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കേണ്ടതായിരുന്നില്ലേ? അക്കാലത്തെ എക്സൈസ് മന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കേണ്ടതായിരുന്നില്ലേ? ഇതൊന്നും ഇവർ ചെയ്തില്ല. ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് റഹീമിനെ പോലുള്ളവർ അഴിഞ്ഞാടുന്നത്. സതീശന്റെ പറവൂരിലെ ഓഫീസിലേക്ക് ഇവർ മാർച്ച് നടത്തുന്നത്. യഥാർത്ഥത്തിൽ മാർച്ച് നടത്തേണ്ടത് പിണറായി വിജയന്റെ, ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ ഓഫീസിലേക്കല്ലേ മാർച്ച് നടത്തേണ്ടത്? കഴിഞ്ഞ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിലേക്കല്ലേ മാർച്ച് നടത്തേണ്ടത്? നിങ്ങൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കൂ. ഇതേപോലെ പിണറായി വിജയൻ ഭരിച്ച പോലെ ഉള്ള തോന്നിയാസങ്ങൾ മുഴുവനും ചെയ്ത സ്റ്റാലിൻ സർക്കാർ, അതിനുശേഷം വിജയ്, ജനങ്ങളുടെ പ്രിയപ്പെട്ട വിജയ് അധികാരത്തിലേറിയപ്പോ അവിടെ ഇതേപോലെ DMK-ക്കാർ എല്ലാ ദിവസവും ഇവിടെ CPM നടന്ന പോലെ അവിടെ സമരം നടത്തുന്നുണ്ട്. എന്തുകൊണ്ട് സമരം നടത്തുന്നില്ല? സമരം നടത്തിയ വിവരം അറിയും. സമരം നടത്തിയാൽ വിജയ് എല്ലാത്തിനെയും തൂക്കിക്കൊണ്ട് അകത്തുകൊണ്ടേ ഇടും. പേടിച്ചിട്ട് DMK-ക്കാർ മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ ഇവിടെ DYFI-ക്കാർ ഒരു പേടിയില്ല, CPM-കാർക്ക് ഒരു പേടിയില്ല. ഞങ്ങൾ അങ്ങനെ രമേശ് ചെന്നിത്തല തൊടൂല, ഞങ്ങളെ വി ഡി സതീശൻ തൊടൂല. ഇതാണോ നിർത്തേണ്ടത്? നിർത്തിക്കണം. ഈ പറയുന്ന ക്രിമിനലുകളെ നിലക്ക് നിർത്തിക്കുകയാണ് സതീശ, രമേശ് ചെന്നിത്തലയെ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ആരെ പേടിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്? 102 സീറ്റുകളുമായി നിങ്ങൾ അധികാരത്തിലേറിയത് ഇങ്ങനെ മെല്ലെപ്പോക്ക് പോകാനാണോ? ഇങ്ങനെ പേടിച്ചിരിക്കാനാണോ? ശരിയല്ലേ ജോളിയുടെ ചോദ്യം? ഇവിടുത്തെ ഓരോ കോൺഗ്രസ്സുകാരനും മനസ്സിന്റെ ഉള്ളിൽ ചോദിക്കുന്ന ചോദ്യമല്ലേ ഇത്? രമേശ് ചെന്നിത്തലയെ കഴിഞ്ഞ പ്രാവശ്യം വി ഡി സതീശനെ എന്ന് പറഞ്ഞാൽ യു ഡി എഫ് സർക്കാരിനെ അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ട് 102 സീറ്റുകൾ UDF-ന് നേടിക്കൊടുത്തത് ഇവിടുത്തെ വെറും കോൺഗ്രസ്സുകാരാണോ? ഇവിടുത്തെ വെറും മുസ്ലിം ലീഗുകാരനാണോ? അല്ലല്ലോ. ഇവിടുത്തെ CPM-കാർ ഉൾപ്പെടെ വോട്ട് ചെയ്തിട്ടാണ് വി ഡി സതീശൻ ഇന്ന് മുഖ്യമന്ത്രിയായി ഞെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ ചെയ്യേണ്ടത് ഒരു നിമിഷം പോലും പാഴാക്കാതെ പിണറായി വിജയനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു അന്വേഷണ സംഘത്തെ ഏർപ്പാടാക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ എല്ലാം തീരും. ഇവരുടെ ഇമാതിരിയുള്ള ഇവരുടെ എല്ലാ തോന്നിവാസങ്ങളും ഇതോടെ അവസാനിക്കുമെന്നാണ് ജോളി പറയുന്നത്. മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ കായിക മന്ത്രിക്കെതിരെയുള്ള കുറ്റപത്രം കായിക സെക്രട്ടറി പ്രശാന്തൻ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ട് വി ഡി സതീശ 2 ആഴ്ച കഴിഞ്ഞു അല്ലെ? 2 ആഴ്ച കഴിഞ്ഞു. OJ ജനീഷ് കായിക മന്ത്രി നിങ്ങൾക്ക് ആ റിപ്പോർട്ട് നിങ്ങൾക്ക് സമർപ്പിച്ചിട്ട് 2 ആഴ്ച കഴിയുന്നു. നിങ്ങൾ എന്താ ഇങ്ങനെ തണുത്തിരിക്കുന്നത്? ആ റിപ്പോർട്ട്, ഈ പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് വായിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ്. 1-ാം നമ്പർ ക്രിമിനലിനെ വിളിച്ചിട്ട് ഏറ്റവും വലിയ ഒരു മെഗാ ഇവന്റ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അയാൾക്ക് ഈ GST വെട്ടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അയാൾക്ക് ഒരു സ്റ്റേഡിയം മുഴുവൻ അയാളുടെ തോന്നിവാസത്തിന് വിട്ടുകൊടുക്കുന്നു. ഇയാൾക്ക് എവിടുന്ന് ഈ പറയുന്ന പൈസ കിട്ടി? നിങ്ങൾ അന്വേഷിച്ചില്ല? ചെയ്യേണ്ടതല്ലേ ഇതൊക്കെ? 2 ആഴ്ച കഴിഞ്ഞില്ലേ? നിങ്ങൾ ഇനിയും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ ഇഴഞ്ഞ് പോകുന്നത്? നിങ്ങൾ കണ്ടില്ലേ തെരുവിൽ നടക്കുന്ന തെരുക്കൂത്തുകൾ, നായാട്ടുകൾ? മുഖ്യമന്ത്രി ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ സതീശൻ പറഞ്ഞതാണ്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ കുഴപ്പം. വളരെ തണുപ്പാണ് നിങ്ങൾ, എന്നാൽ വളരെ ചൂടാണ് CPM തന്ത്രങ്ങൾ. വി ഡി സതീശ മനസ്സിലാക്കിക്കോ. നിങ്ങൾ തണുത്തിരിക്കുമ്പോൾ അപ്പുറത്ത് CPM-ന്റെ ക്രിമിനലുകൾ ചൂടിൽ തിളച്ച് മറിയുകയാണ് തെരുവിൽ. നിങ്ങളിതൊന്നും കാണുന്നില്ലേ? അവസാനം ജോളി പറയാണ്, സതീശട്ടാ നിങ്ങൾ കേക്കി. പൂക്കിച്ചിരി കൊണ്ടോ, നിങ്ങളുടെ ചിരി പൂക്കിച്ചിരിയല്ലേ? പൂക്കിച്ചിരി കൊണ്ടോ വാചക കസർത്ത് കൊണ്ടോ CPM പോലുള്ള ഒരു ക്രിമിനൽ പാർട്ടിയെ നേരിട്ടുകൊണ്ട് ഒരു സർക്കാരിനെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ. നിങ്ങളുടെ ഒരു പൂക്കിച്ചിരിയും ഇവിടെ ചെലവാകില്ല സതീശ. ചെയ്യേണ്ടത് ഈ തെമ്മാടിക്കൂട്ടങ്ങളെ പിടിച്ചകത്തിടുകയാണ് ചെയ്യേണ്ടത്. അവർക്കെതിരെ കർശന നടപടികൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് സതീശ. അതല്ലാതെ ഇമാതിരി നിങ്ങളുടെ പൂക്കിച്ചിരി കൊണ്ടോ നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കൊണ്ടോ ഒരു കാര്യമില്ലെന്നേ. അതിന്
CPM പോലുള്ള ഒരു ക്രിമിനൽ പാർട്ടിയെ നേരിട്ടുകൊണ്ട് ഒരു സർക്കാരിനെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിന് രാഷ്ട്രീയ തന്ത്രങ്ങൾ വേണം, കയ്യൂക്ക് വേണം, നട്ടെല്ല് വേണം. VD സതീശ ഓർമ്മിക്കണം കേട്ടോ. ഇങ്ങോട്ടടിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി അടിക്കാൻ കഴിയണം. അതാണ് ഇങ്ങോട്ടേക്ക് നമ്മളെ ചവിട്ടാൻ ഒരാൾ കാല് പൊക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോഴേ അവനെ അടിച്ചു വീഴ്ത്തണം, അല്ലെങ്കിൽ അവനെ ചവിട്ടി വീഴ്ത്തണം. അതാണ് സതീശൻ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നാളെ ഇവർ VD സതീശനാണ് ലഹരി മാഫിയ തലവൻ എന്ന ഫോട്ടോ പതിച്ച പോസ്റ്റർ കേരളത്തിലുടനീളം ഒട്ടിക്കും. സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയമുണ്ടോ? വരാനിരിക്കുന്ന നാളുകളിൽ സതീശൻ ഇമ്മാതിരി നാണം കെട്ട കളിയാണ് കളിക്കാൻ പോകുന്നതെങ്കിൽ, സതീശൻ ഇമ്മാതിരി ഈ പറഞ്ഞ അഴകുഴമ്പൻ നടപടികളാണ് നടത്താൻ പോകുന്നതെങ്കിൽ, VD സതീശ ഓർത്തോ, നാളെ നിങ്ങളാണ് കേരളത്തിലെ ലഹരി മാഫിയ തലവൻ എന്ന് പറഞ്ഞ നോട്ടീസുകൾ, ഇത്തരത്തിൽപ്പെട്ട പോസ്റ്ററുകൾ ഇവർ നാടുനീളെ ഒട്ടിച്ച് നടക്കും കേട്ടോ. അതുകൊണ്ട് VD സതീശ, നിങ്ങളുടെ ഇനിയുള്ള ഓരോ നീക്കവും ചടുലമായിരിക്കണം. ഇത്തരത്തിൽപ്പെട്ട തെമ്മാടിക്കൂട്ടങ്ങളെ നിങ്ങൾ നിയന്ത്രിച്ചേ തീരൂ എന്ന് വളരെ വളരെ എന്താ പറയാ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളോടെ ഈ ജോളി പറയുമ്പോ ഇവിടുത്തെ ഓരോ കോൺഗ്രസ്സുകാരനും ഇവിടുത്തെ ഓരോ മുസ്ലിം ലീഗുകാരനും, അതൊക്കെ പോട്ടെ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ തോന്നിവാസങ്ങൾക്കെതിരെ നിങ്ങൾ അധികാരത്തിലെത്തിച്ച ഇവിടുത്തെ ഓരോ വോട്ടർമാരും ആഗ്രഹിക്കുന്നത് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി ഇങ്ങനെ പ്രവർത്തിച്ച പോരാ, ഈ തമ്മാടിക്കൂട്ടത്തെ, ഈ അഴിഞ്ഞാട്ടക്കാരെ നിലക്ക് നിർത്തുകയാണ് വേണ്ടത്. അതിനുള്ള ഊർജം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, തുടർന്ന് അതിനെ കല്ലെറിഞ്ഞ് കൊല്ലുക. സാധാരണ നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ. CPMകാരെ സംബന്ധിച്ചിടത്തോളം, അന്തംകമ്മികളെ സംബന്ധിച്ചിടത്തോളം അവർ കാലങ്ങളായി പിന്തുടരുന്ന അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡിയാണ് ഇത്. അവരുടെ ഒരു പ്രവർത്തന പദ്ധതിയാണിത്. അതായത് ആടിനെ പട്ടിയാക്കും, പട്ടിയെ പേപ്പട്ടിയാക്കും, പേപ്പട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് കല്ലെറിഞ്ഞ് കൊല്ലും. ഇപ്പോഴും ഇവരിത് നിർബാധം തുടരുകയാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാലേ, നമ്മൾ ഏതൊരു സിനിമയിൽ കണ്ടതാണ്, ഈ ഒരു കള്ളനെ കണ്ടിട്ട് കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഓടുകയാണ്. കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് കള്ളൻ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെയൊക്കെ എന്താ പറയാ ഉറക്കനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇയാൾ കള്ളന് പിന്നാലെ ഓടുകയാണ്, കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഈ ബഹളം കേട്ടിട്ട് കുറെ ആൾക്കാർ ഇയാളുടെ പിന്നാലെ ഓടിയെത്തി. അവസാനം കള്ളൻ അപ്രത്യക്ഷനായി. കള്ളൻ എവിടെയോ ചാടി ഓടി, കള്ളൻ മറഞ്ഞു. അപ്പോൾ ഇയാളെ കള്ളൻ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ മുഴുവൻ ഇയാളെ പിടികൂടി. എന്ന് പറഞ്ഞാൽ കള്ളനെ കണ്ട് കള്ളനെ പിടിക്കാൻ വേണ്ടി ഓടിയ ആളെ അയാളാണ് കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പിടികൂടി, അയാളെ മർദ്ദിച്ചു വിട്ട ഒരു സംഭവം പണ്ട് ഏതോ ഒരു സിനിമയിൽ കണ്ടതായി ഓർമ്മിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ 2 കാര്യങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? സമീപകാലത്ത് നമുക്കൊക്കെ അറിയാലോ, മെയ് 18 VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. മെയ് 18 കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു 16-ാം തീയതിയാണ്, ആഗസ്റ്റ് 16. മെയ് 18, ജൂൺ 18, ജൂലൈ 18, ആഗസ്റ്റ് 18 ആയില്ല എന്ന് പറഞ്ഞാൽ പുതിയ സർക്കാർ, UDF സർക്കാർ അധികാരം ഏറിയിട്ട് 3 മാസമായിട്ടില്ല, 3 മാസം തികഞ്ഞിട്ടില്ല. ഈ 3 മാസം തികയുന്നതിന് മുമ്പ് ഇപ്പൊ CPM പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന വിവിധ തരത്തിലുള്ള കുഴപ്പങ്ങൾക്കൊക്കെ കാരണം ഈ 3 മാസം ഇവിടെ ഭരിച്ച 3 മാസം പോലും ആയിട്ടില്ല. അപ്പൊ സതീശൻ സർക്കാരാണ് കേരളത്തിലെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അതിനു മുമ്പുള്ള 10 വർഷം ഇവിടെ തേനും പാലും ഒഴുക്കിക്കൊണ്ടുള്ള ഭരണമായിരുന്നു. സതീശൻ ഇങ്ങോട്ട് വന്ന് 3 മാസം കൊണ്ട് നമ്മളിത് എപ്പം കേൾക്കാൻ തുടങ്ങിയറിയോ? ഒന്ന് പവർ കട്ട്, നമുക്കറിയാലോ. യഥാർത്ഥത്തിൽ പവർ കട്ട് പിണറായി ഭരണത്തിന്റെ അവസാന നാളുകളിൽ പവർ കട്ട് ഉണ്ടായിരുന്നു. ഇത് 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി മാറ്റാനുള്ള എന്ന് പറഞ്ഞാൽ കേരളത്തില് ആവശ്യമായ വൈദ്യുതിയുടെ ഒരു 20% മാത്രമേ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നുള്ളൂ, ബാക്കി 50% പുറത്തുനിന്ന് വാങ്ങുകയാണ്. അങ്ങനെ വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കാൻ ആവശ്യമായ പുതിയ പദ്ധതികളോ അല്ലെങ്കിൽ കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ കുറഞ്ഞ വിലക്ക് വൈദ്യുതി പുറത്തു നിന്ന് വാങ്ങാനുള്ള കരാറുകൾ, ഇത്തരം ഒരു കാര്യങ്ങളും ചെയ്യാതെ പിണറായി വിജയൻ 10 വർഷം വൈദ്യുതി മേഖലയെ ആകെ നശിപ്പിച്ചു. എന്നിട്ടാണ് അതിന്റെ ഒരു ദുരന്ത ഫലമാണ് പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് പോലും പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വന്നു. പെട്ടെന്നാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായത്. നമ്മുടെ ഡാമുകളൊക്കെ വെട്ടി വരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് വൈദ്യുതി ഉത്പാദനം മുഴുവനും ഇത്തരത്തിലുള്ള ഡാമുകളുമായി ബന്ധപ്പെട്ടാണ്. ഡാമുകളിൽ വെള്ളം കുറഞ്ഞാൽ പിന്നെ വൈദ്യുതി ഇല്ല.
മറ്റൊന്ന് സോളാർ പാനലുകൾ ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മാണം, വൈദ്യുതി ഉൽപാദനം നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ സബ്സിഡിയോടെ ഒരുപാട് വീട്ടുകാരൊക്കെ തന്നെ സോളാർ പാനലുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട്. പക്ഷേ ഈ സോളാർ വൈദ്യുതി സ്റ്റോർ ചെയ്യാനുള്ള ബാറ്ററി സംവിധാനം അതും 10 വർഷമായിട്ട് പിണറായി സർക്കാർ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ തോന്നിയാസങ്ങളും പിണറായി സർക്കാർ ചെയ്തു. അവസാനം ഇത് വി ഡി സതീശൻ അധികാരമേറ്റ ആദ്യ മാസം തന്നെ പറഞ്ഞിട്ട് വി ഡി സതീശൻ ഇതാ അധികാരത്തിലേറി, അതോടെ എന്തും പോയി, പവറും പോയി. നിങ്ങൾ ആലോചിച്ചു, ഇത് പറയുന്നത് ആര്? അന്തംഗമ്മികൾ പറയാൻ നമുക്ക് മനസ്സിലാക്കാം, ഇത് പറയുന്നത് ഭയങ്കര ബുദ്ധിജീവികൾ, ഇടതുപക്ഷത്തെ ബുദ്ധിജീവികൾ, എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഒരു ഉളുപ്പില്ലാതെ പറയുന്നത് വി ഡി സതീശൻ വന്നു, UDF സർക്കാർ വന്നു, ഇവിടെ പവർ കട്ട്, ഇരുട്ടായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പച്ചക്കള്ളം, ഒരു ലോജിക്കുമില്ലാത്ത ഇത്തരത്തിൽപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതൊക്കെ ഏറ്റുപിടിക്കുന്ന കുറെ ആളുകൾ. അങ്ങനെ ഓരോന്ന് എടുത്താൽ നമുക്കറിയാം. ഇപ്പൊ പാരിയത്തുകാവ് അല്ലെ, പാരിയത്തുകാവില് 10 വർഷം അവിടുത്തെ ദളിത് കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാതെ അവരെങ്ങനെ ദ്രോഹിച്ച പിണറായി സർക്കാർ അവസാനം എന്താ പറയാ ഒരു 2 ആഴ്ച കൊണ്ടാണ് വി ഡി സതീശൻ സർക്കാർ അതിന് പരിഹാരം ഉണ്ടാക്കിയത്. പക്ഷെ എന്തായിരുന്നു തുടക്കത്തിൽ പറഞ്ഞത്? പോലീസിനെ വിട്ട് തല്ലി ചതയ്ക്കുന്നു. യഥാർത്ഥത്തിൽ അധികാരമേറ്റതിന്റെ പിറ്റേ ദിവസമാണ് പാരിയത്തുകാവിലെ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടായത്. ആ പോലീസ് എന്ന് പറഞ്ഞാൽ, അതായത് പിണറായി വിജയന്റെ പോലീസ് രമേശ് ചെന്നിത്തല അധികാരമേറ്റി 2 ദിവസം കൊണ്ട് അത് ചെന്നിത്തലയുടെ പോലീസായി മാറുമോ? പഴയ സിസ്റ്റം പഴയ അതേ മർദ്ദക പോലീസ്. ഇവര് സ്വാഭാവികമായും ആ പാരിയത്ത് കാവിലെ പ്രക്ഷോഭം നടത്തിയ ആൾക്കാർക്കെതിരെ പോലീസ് ആക്ഷൻ എടുത്തു. അത് വി ഡി സതീശൻ പറഞ്ഞിട്ടോ ചെന്നിത്തല പറഞ്ഞിട്ടോ ഒന്നും ആയിരുന്നില്ല, അതൊരു കോടതി ഉത്തരവിന്റെ ഭാഗമായിട്ടായിരുന്നു. പക്ഷെ ഇത് വരുത്തി തീർത്തത് വി ഡി സതീശൻ അധികാരത്തിലേറി രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ഇതാ ദളിതരെ തല്ലി ചതയ്ക്കുന്നു. അവസാന കാര്യങ്ങളൊക്കെ മനസ്സിലായി. 10 വർഷം ഇവരെ ദ്രോഹിച്ച പിണറായി സർക്കാരിന്റെ തനിനിറം പുറത്തായി. റോജി ജോണിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചക്കൊടുവിൽ അവസാനം ഈ പറയുന്ന അവിടുത്തെ 7 കുടുംബങ്ങൾക്കും അവിടെ വീടിന്റെ തറക്കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞു. അവർക്ക് വീടൊരുക്കുന്നു സ്വസ്ഥമായി. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വി ഡി സതീശൻ സർക്കാർ ചെയ്യുന്ന ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ 10 വർഷം നിർജീവമായ ഒരു സർക്കാരിന് പകരം ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ. അതാണ് ഏറ്റവും അവസാനം നമ്മൾ തൂഫാൻ കണ്ടത് അല്ലെ. തൂഫാൻ എത്ര പേരെയാണ് MDMA-യുമായി കഞ്ചാവുമായി അറസ്റ്റിലാവുന്നത്. എത്ര പേർ, എത്ര കിലോ കഞ്ചാവ്, എത്ര കിലോ MDMA ആണ് പിടിച്ചെടുക്കുന്നത് അല്ലെ. ഇത് ഈ 3 മാസത്തിനുള്ളിൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ പ്രത്യേക ഇനീഷ്യേറ്റീവിൽ ആരംഭിച്ച ഈ തൂഫാൻ പദ്ധതി, ഇതിന് കാരണം കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ലഹരി മാഫിയ അഴിഞ്ഞാടുകയായിരുന്നു. പിണറായി അല്ലേ ഇതിന്റെ ആഭ്യന്തരമന്ത്രി. എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. ഇപ്പോഴാണ് പിടിക്കാൻ തുടങ്ങിയത്. അപ്പൊ പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് CPM-മാര് പറഞ്ഞുകൊണ്ട് വരുന്ന എന്താണ്? സതീശനാണത്രേ ലഹരി മാഫിയയുടെ തലവൻ. ഒന്ന് ആലോചിച്ചോളൂ നിങ്ങൾ, സതീശനാണ് ലഹരി മാഫിയയുടെ തലവൻ. അവസാനം പറയുന്നത് എന്തോ സതീശന്റെ കൂടെ ഭക്ഷണം കഴിച്ച, സതീശന്റെ കൂടെ നടന്നുകൊണ്ടിരുന്ന 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ MDMA-യുമായി പിടിയിലായി. സതീശൻ പറഞ്ഞു ഇവരെ എനിക്കറിയാം, ഇവര് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ ആണെന്നൊക്കെ സത്യം തന്നെ. അവരെയും പിടിച്ചു. അതല്ലേ ഏറ്റവും മാതൃകാപരമായ പോലീസ് ആക്ഷൻ. ഇവിടെ യൂത്ത് കോൺഗ്രസോ ആരെങ്കിലും ആവട്ടെ, മയക്കുമരുന്ന് കൈവശം വെച്ചാൽ പിടിക്കും. അങ്ങനെ പിടിച്ചകത്തിട്ടു. അവരെ മോചിപ്പിക്കാനുള്ള ശ്രമം അങ്ങനെ വലുതാണെങ്കിൽ നമുക്ക് പറയാം. യൂത്ത് കോൺഗ്രസുകാരെ ഈ തൂഫാൻ പദ്ധതിയിൽ യൂത്ത് കോൺഗ്രസുകാർ പിടിയിലായി. മുഖ്യമന്ത്രി സതീശന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കെതിരെയുള്ള കേസുകളൊക്കെ ഒഴിവാക്കി ഇവരെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് സതീശനെതിരെ നമുക്ക് ആരോപണം ഉന്നയിക്കാം, അല്ലെങ്കിൽ സതീശനെ നമുക്ക് കുറ്റപ്പെടുത്താം. പക്ഷെ എന്താ സംഭവിച്ചത്? വളരെ മാതൃകാപരമായി യൂത്ത് കോൺഗ്രസുകാരെ പിടിച്ചകത്തിട്ടു. ഇവിടെ യൂത്ത് കോൺഗ്രസ് അല്ല, ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായാലും ഏത് നേതാവായാലും ഇമ്മാതിരി MDMA കടത്തിയാൽ പിടിച്ചകത്തിടും. ഇവരെ മോചിപ്പിക്കില്ല. ഇതാണ് കണ്ടത്. പക്ഷെ പറയുന്നത് എന്താണ്? സതീശൻ ലഹരി കടത്തുകാരൻ, സതീശന്റെ കൂടെയായിരുന്നു ഇവര് പണ്ട്. ഹൈക്കോർട്ടിലോ സതീശന്റെ കൂടെയായിരുന്നു ഇവര്. സതീശൻ അറിയും. സതീശന്റെ ഓഫീസ് ലഹരി കച്ചവടത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? നേരെ മറിച്ച് നിങ്ങൾ ചെയ്തത് എന്താണ്? ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞു. പ്രതിഭ കഴിഞ്ഞ പ്രാവശ്യത്തെ MLA ആയിരുന്നു. പ്രതിഭയുടെ MLA ആയിരുന്ന പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിക്കുന്നു. ആ പിടിച്ച എക്സൈസ് ഉദ്യോഗസ്ഥനെ മാറ്റിക്കളഞ്ഞു. അതായത് പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചകത്തിട്ട എക്സൈസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. അയാൾക്കെതിരെ നടപടി. എന്നിട്ട് പ്രതിഭയുടെ മകന് എതിരെ ചാർജ് ചെയ്ത കുറ്റങ്ങളൊക്കെ ഒഴിവാക്കി വിട്ടയച്ചു. ഇതാണ്
എൽ ഡി എഫ് സർക്കാർ ചെയ്ത തോന്നിയാസം. പക്ഷെ വി ഡി സതീശൻ അങ്ങനെയല്ല, വളരെ കൃത്യമായ പ്രവർത്തന പദ്ധതികളോടെ മുന്നോട്ട് പോവുകയാണ്. രമേശ് ചെന്നിത്തല അങ്ങനെ പോവുകയാണ്. അപ്പൊ ഞാൻ ഇതൊരു പ്രാരംഭമായി പറഞ്ഞത്, ഈ കഴിഞ്ഞ 3 മാസം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്നോളം ഒരു സർക്കാരും ഇത്രയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല. സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ 90% കഴിഞ്ഞ 10 വർഷം ഇവർ ചെയ്ത തോന്നിയാസങ്ങൾ, ഇവർ ചെയ്ത അതിക്രമങ്ങൾ, ഇതിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുക, അതൊന്ന് നേരെയാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരു നാടിനെ മുഴുവൻ കുളമാക്കിയിട്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതല്ലേ. ഏറ്റവും അവസാനം മറ്റേ നമ്മുടെ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ടിവിയുടെ ഈ മരംകൊത്തി മുതലാളിയെ സ്പോൺസറാക്കിയ സംഭവം, ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി ഇങ്ങനെ എന്താ പറയാ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോഴൊക്കെ പറഞ്ഞ ഒറ്റ കാര്യം, നിങ്ങൾ ആലോചിച്ചോണം, കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ ഇവിടെ മുതൽ ബാങ്കുകളെ വഞ്ചിച്ചുകൊണ്ട് കോടികളുടെ തട്ടിപ്പ്, മാംഗോ ഫോൺ എന്ന് പറഞ്ഞിട്ട് ചൈനീസ് ഫോൺ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇവിടെ കോടികളുടെ തട്ടിപ്പ് നടത്തിയ വീരൻ, അത് കഴിഞ്ഞിട്ട് മുട്ടിൽ മരമുറി കേസിലെ കോടികളുടെ മരങ്ങൾ മുറിച്ചു കടത്തി എന്ന് പറഞ്ഞ് ഇത്രയും ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയ മറ്റൊരാൾ കേരളത്തിൽ ഇല്ല കേട്ടോ, ഈ പറയുന്ന ആന്റോ അഗസ്റ്റിന്റെ പോലെ. പക്ഷെ അയാള് വളരെ തന്ത്രശാലിയായ ആന്റോ അഗസ്റ്റിൻ ഒരു മാധ്യമ സ്ഥാപനം കൈവശപ്പെടുത്തിയിട്ട് അതിന്റെ എന്താ പറയാ കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഇയാളുടെ വക പ്രഭാഷണം. ഏറ്റവും വലിയ ക്രിമിനൽ തന്റെ ക്രിമിനൽ ആക്ടിവിറ്റി മറച്ചു പിടിക്കാനുള്ള ഒരു തന്ത്രപരം. മാത്രമല്ല കഴിഞ്ഞ 10 വർഷം ഈ പറയുന്ന ഈ ആന്റോ അഗസ്റ്റിൻ ചെയ്തത് എന്താണ്? ഭരിക്കുന്ന സർക്കാരിനെ ഇങ്ങനെ വെള്ളം പൂശുക, എന്നിട്ട് ഇയാളുടെ പേരിലുള്ള കേസുകളൊക്കെ അമർത്തുക. ഈ പറയുന്ന മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളം ഇന്നോളം കണ്ട ഏറ്റവും വലിയൊരു മെഗാ ഈവന്റ് തന്നെയായിരിക്കും അത്. സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി ശ്രമിച്ചത്, സ്പോർട്സ് മന്ത്രി അതിനുവേണ്ടി ശ്രമിച്ചത്, പിണറായി വിജയൻ അതിനൊക്കെ പച്ചക്കൊടി കാണിച്ചത് ഒറ്റ ഉദ്ദേശം കൊണ്ടാണ്, കേരളത്തിലെ സ്പോർട്സിനെ അങ്ങോട്ട് വളർത്താൻ വേണ്ടിയിട്ടൊന്നുമില്ല. മെസ്സിയെ ഇവിടെ കൊണ്ടുവന്ന LDF സർക്കാരിനെ നിങ്ങൾ 3ാമത് അധികാരത്തിലേറ്റുക. ഇവരുടെ എല്ലാറ്റിനും ഒരു ലക്ഷ്യമുണ്ടാവുമല്ലോ. ഇവരുടെ ഭരണക്കാരുടെ ലക്ഷ്യം എന്താണ്? മെസ്സിയെ ഇവിടെ കൊണ്ടുവന്ന് കണ്ട ഒരാഴ്ച ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കുകയും റോഡ് ഷോ ഒക്കെ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ചെയ്തത് പിണറായി സർക്കാരാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കളിക്കമ്പക്കാരായ മുഴുവൻ ആളുകളും പിണറായി സർക്കാർ എന്തു നല്ല സർക്കാരാണ്, മെസ്സിയെ ഞങ്ങളുടെ കൺമുന്നിൽ അവതരിപ്പിച്ചല്ലോ, അതുകൊണ്ട് അടുത്ത തവണയും പിണറായി തന്നെ നമുക്ക് അധികാരത്തിലേറ്റാം, അങ്ങനെ ഒരു ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടിയിട്ട് മെസ്സിയെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതായിരുന്നു LDF സർക്കാരിന്റെ അവരുടെ മനസ്സിലിരിപ്പ്. എന്തെങ്കിലും ആവട്ടെ ഇതിനു വേണ്ടി ഇവർ കണ്ടെത്തിയ സ്പോൺസർ, അതാണ് രസം. കണ്ടെത്തിയ സ്പോൺസർ എന്ന് പറയുന്നത് കേരളത്തിലെ 1ാം നമ്പർ ക്രിമിനലായ, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇയാൾക്കെതിരെ 39 കേസ് ഉണ്ട് എന്നുള്ളത്. ഇയാൾക്കെതിരെ 39 കേസ്, 1ഉം 2ഉം അല്ല, 39 കേസുള്ള ഈ മാംഗോ കോടികളുടെ തട്ടിപ്പ് എവിടെ പോയി? ബാങ്കുകളുടെ എന്താ പറയാ വഞ്ചന നടത്തിയ ഒരു ട്രക്ക് അഴിമതി എന്ന് പറഞ്ഞാൽ ഇയാൾ ചെയ്തു കൂട്ടിയ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സമാനതകളില്ല. അങ്ങനെയുള്ള ഷേഡി ക്യാരക്ടറായ ഇയാളെ പിടിച്ചുകൊണ്ട് വന്നിങ്ങാണ്ട് ഇതിന്റെ സ്പോൺസറാക്കെന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇയാള് 136 കോടി അങ്ങോട്ടേക്ക് അർജന്റീനക്ക് അയച്ചു. ഈ കോടികളൊക്കെ എവിടെയാണ് കിട്ടിയത്? നമുക്കറിയാം, 5-6 മാസം മുമ്പാണ് ഇയാൾ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇയാൾ പാപ്പരാണ് എന്ന് പറയുന്ന എന്താ പറയാ ഒരു സാക്ഷ്യപത്രം കൊടുത്ത ആളാണ് ഈ വീരൻ. ഇയാൾ പാപ്പരാണത്രേ. പക്ഷെ ഇയാൾക്ക് 136 കോടി, ഇയാൾക്ക് എങ്ങനെ 136 കോടി കിട്ടി? MP ബഷീർ, കേരളത്തിലെ ഏറ്റവും എന്താ പറയാ പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകൻ, നേരത്തെ ഈ പറയുന്ന ആന്റോ അഗസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്ത, അല്ലെങ്കിൽ കൂടെയല്ല ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നേരത്തെ നികേഷ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് റിപ്പോർട്ടർ ടിവിയിൽ കുറച്ചു കാലം MP ബഷീർ ഉണ്ടായിരുന്നു. MP ബഷീർ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇയാളുടെ പ്രവർത്തനങ്ങൾ, എന്തുകൊണ്ട് താൻ റിപ്പോർട്ടർ TV വിട്ടു. ഈ പറയുന്ന 1ാം നമ്പർ ക്രിമിനലിന്റെ ആക്ടിവിറ്റീസ്, മാംഗോ തട്ടിപ്പ് മുതൽ വളരെ കൃത്യമായി ബഷീർ പറയുന്നുണ്ട്, ഓൺലൈനിൽ കിടക്കുന്നുണ്ട് ആ വീഡിയോസ് ഒക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ LDF സർക്കാർ 10 വർഷം ചെയ്ത തോന്നിവാസങ്ങൾ, തെമ്മാടിത്തങ്ങൾ, അതിക്രമങ്ങൾ ഞാൻ മുഴുവൻ പറയാൻ സമയമില്ല. അതുകൊണ്ടാണ് ഈ എന്താ പറയാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ച കാര്യം മുതൽ ഈ കാഫിർ സ്ക്രീൻഷോട്ട് തുടങ്ങിയ വർഗീയ ചേരിതിരിവിനുള്ള ശ്രമം മുതൽ എണ്ണി പറഞ്ഞ് തീരില്ല കഴിഞ്ഞ 10 വർഷം ഇവരുണ്ടാക്കിയ അതിക്രമങ്ങൾ. ഇതിനൊക്കെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ VD സതീശൻ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്താൽ മതിയോ?
ഇത് കുറെ കൂടി സ്പീഡപ്പ് ആക്കണ്ടേ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതിനു മുമ്പ് ജസ്റ്റ് കഴിഞ്ഞ ഒരു 4 ദിവസത്തെ ദേശാഭിമാനിയുടെ 1-ാം പേജുകൾ വളരെ കൗതുകപൂർവ്വം നമുക്കൊന്ന് നോക്കേ. ഇത് 12-ാം തീയതിയിലെ ദേശാഭിമാനിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി മാഫിയ. കണ്ടില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി മാഫിയ. ഇതാണ് ദേശാഭിമാനിയുടെ 12-ാം തീയതിയിലെ പത്രത്തിന്റെ 1-ാം പേജ്. 13-ാം തീയതി മുഖ്യമന്ത്രിക്കെതിരെ മിണ്ടരുത്, പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്കും വിലക്ക്. 24 മണിക്കൂറിനിടെ ദേശാഭിമാനിയുടെ 10 വാർത്താ കാർഡ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കി. കൈരളി, ന്യൂസ് മലയാളം, 24 റിപ്പോർട്ടർ എന്നിവയുടെ കാർഡുകൾക്കും വിലക്ക്. എന്ന് പറഞ്ഞാൽ മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് വി.ഡി. സതീശനെതിരായ പോസ്റ്റുകളൊക്കെ മുക്കുന്നു. കഴിഞ്ഞ ദിവസം മെറ്റ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ ഒരു സാങ്കേതിക പിഴവ്, കൊണ്ട് കുറെ വി.ഡി. സതീശനെതിരെയുള്ളത് മാത്രമല്ല പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ളതും ഞങ്ങളുടെ ഈ സോഫ്റ്റ്വെയറിലെ ചില അപ്ഡേഷന്റെ ഫലമായി അതിന്റെ ഇടയിൽ കുറെ എണ്ണം ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് ഒഴിവായി പോയി. ആ ഒഴിവായതൊക്കെ ഞങ്ങൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ഇത് ആരുടെ നിർദ്ദേശം അനുസരിച്ചല്ല, ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണെന്ന് മെറ്റ പറഞ്ഞ്, മനസ്സിലായില്ലേ? എന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത് സതീശനാണ് അത്രേ. സതീശൻ തന്നെ പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞു, ഈ മെറ്റയോട്, വി.ഡി. സതീശന്റെ കുഞ്ഞമ്മന്റെ മോളാണല്ലോ മെറ്റ, ഇവരെ വർത്താനം കേട്ടാതാകെ ഇരിക്കുക. ഞാൻ മെറ്റയോട് പറഞ്ഞപ്പോ മെറ്റ ഇതൊക്കെ എന്താ പറയാ ഈ പറയുന്ന പോസ്റ്റുകളൊക്കെ മുക്കി. നമുക്കറിയാം 100 കണക്കിന് സതീശനെതിരായ ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ഈ മെറ്റയുടെ എന്തോ സാങ്കേതിക പിഴവ് കൊണ്ട് റിപ്പോർട്ടർ ടിവിയുടെയോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെയോ കുറച്ച് പോസ്റ്റുകളൊക്കെ കാണാതായി. അപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ സതീശൻ മുക്കി. അവസാനം മെറ്റ തന്നെ പറഞ്ഞു, ഒരു സതീശനെ മുക്കിയിട്ടില്ല, ഒരു സതീശന്റെ നിർദ്ദേശവും വന്നിട്ടില്ല, ഞങ്ങളുടെ സാങ്കേതിക പിഴവ് കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണെന്ന് മെറ്റ തന്നെ പറഞ്ഞു. അതോടുകൂടി അതും തീർന്നു. 14-ാം തീയതി ദേശാഭിമാനി, സതീശന്റെ നുണകൾ തൂഫാനായി. സതീശന്റെ നുണകൾ ഇവര് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് സതീശൻ നുണേശനാണ്. ഏറ്റവും വലിയ നുണ, എന്റെ കൈകൾ രണ്ടും ശുദ്ധമാണ്, പരിശുദ്ധമാണ് ഈ കൈകൾ, എന്റെ മടിയിൽ കനമില്ല. എന്റെ മോളെ പറ്റിയിട്ട് ആരാണ് എന്താണ് പറഞ്ഞത്? എന്റെ മോളുടെ കമ്പനി അമ്മയുടെ പെൻഷൻ കാശ് കൊടുത്ത് തുടങ്ങിയാണ്. ഇങ്ങനെ 100,000 കല്ല് വെച്ച പെരുകള്ളങ്ങൾ പറഞ്ഞ ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ ദേശാഭിമാനി. അതാണ് ഒരു ഫീച്ചർ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിൽ നിന്ന് ഒഴിവാക്കിയത്. കള്ളൻ വിജയൻ എന്നുള്ള ടൈറ്റിലിൽ വന്നപ്പോ എന്ന് പറഞ്ഞാൽ ദേശാഭിമാനിക്ക് വരെ മനസ്സിലായി, വിജയൻ എന്ന് പറഞ്ഞാൽ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞ ഒരാളെ ഉള്ളൂ, അത് കഴിഞ്ഞ എന്താ പറയാ മുൻ മുഖ്യമന്ത്രിയാണ് എന്ന് ദേശാഭിമാനിക്കാരന് മനസ്സിലായപ്പോൾ ദേശാഭിമാനിക്കാരൻ അത് ഒഴിവാക്കി കളഞ്ഞു. ഞാൻ ആ വിധവാദത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലെ പോലെ കള്ളനെ പിടികൂടിയാളെ കള്ളനാക്കി മർദ്ദിക്കുന്ന ആ സിനിമ എന്താ പറയാ ദൃശ്യമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. ഇനിതാ കഴിഞ്ഞ ദിവസം 15-ാം തീയതി ലഹരി മാഫിയക്ക് സംരക്ഷണം ഒരുക്കി മുഖ്യമന്ത്രി. ഫോണിൽ തുടരുത്, മുഖ്യമന്ത്രി ഇഫ്താർ വിരുന്നിന്റെയും സംഘാടകൻ എന്ന് പറഞ്ഞാൽ, അതായത് രമേശ് ചെന്നിത്തലയുടെ പോലീസ് പിടികൂടിയ ഈ പറയുന്ന മയക്കുമരുന്ന് കടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ പിടികൂടിയ സംഭവം അവസാനം ഇവർ വരുത്തി തീർക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ 3 മാസം കൊണ്ട് ഉണ്ടായതാണ്. പിണറായിയുടെ കാലത്ത് ഒരു ലഹരി ഇവിടെ അല്ലായിരുന്നു. സതീശൻ അങ്ങോട്ട് അധികാരമേറ്റ ഉടനെ അതാ ഇവിടെ ലഹരി കച്ചവടം. രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഈ ലഹരി കച്ചവടക്കാരെ പിടിക്കുന്നത് മുഴുവനും കോൺഗ്രസുകാര്, ഇത് മുഴുവനും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ന് പറഞ്ഞാൽ ലഹരി മാഫിയ വി.ഡി. സതീശൻ. ഇതാണ് ഇവര് ആടിനെ പട്ടിയാക്കുന്നു, പട്ടിയെ പേപ്പട്ടിയാക്കുന്നു, എന്നിട്ട് ഇതാ കല്ലെറിയാണ്. റഹീം കല്ലെറിയുന്നു, അപ്പം ഗോവിന്ദൻ കല്ലെറിയുന്നു, സ്വരാജ് കല്ലെറിയുന്നു, അങ്ങനെ സകലമായ ആൾക്കാരും ബ്രിട്ടാസ് കല്ലെറിയുന്നു. എല്ലാവരും കല്ലെറിഞ്ഞ് എന്റെ പ്രിയപ്പെട്ട സതീശ, ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ട പുകയായിക്കോട്ടെ. പറയാൻ വിഷമുണ്ട് വി.ഡി. സതീശനോട്. ഞാനിങ്ങനെ കുറച്ച് ദിവസങ്ങളായി ആലോചിക്കുന്നു. അപ്പോഴാണ് ഇന്നത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ജോളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യമായി വി.ഡി. സതീശനുള്ള ഒരു താക്കീതാണ് കേട്ടോ. വി.ഡി. സതീശൻ ഇങ്ങനെ പ്രവർത്തിച്ച പോരാ സതീശ എന്ന് സതീശനെ ഇഷ്ടപ്പെടുന്ന, UDF ഭരണത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ പറയുന്നു. അതിന്റെ എല്ലാവിധ എന്താ പറയാ അതിന്റെ വൈകാരികമായ ഉള്ളടക്കവും ഉൾച്ചേർന്ന് അല്ലെങ്കിൽ വൈകാരികമായി നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ജോളിയുടേത്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ അതിലെ പ്രസക്തമായ കാര്യങ്ങളൊന്ന് വായിക്കേ. അതായത് ജോളി പറയുന്നത്, കഴിഞ്ഞ 3 മാസം കൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ലഹരി ഒഴുകിയത്. അങ്ങനെയാണ് ഒരു നറേഷൻ ഇവിടെ ഉണ്ടാക്കിയത്. കഴിഞ്ഞ 3 മാസം കൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ലഹരി ഒഴുകിയത്. ഇതിന്റെ പിന്നിൽ വി.ഡി. സതീശൻ എന്ന ലഹരി മാഫിയ തലവനാണ്.
വി.ഡി. സതീശനെതിരെ ശക്തമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം നടത്തുകയും അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പറവൂരിലുള്ള വി.ഡി. സതീശന്റെ ഓഫീസിലേക്ക് ഡിഫിക്കാര് പ്രകടനം നടത്തി. ഇവര് പ്രകടനം നടത്തിയ എന്താണെന്നറിയോ? കേരളത്തിലെ ലഹരി മാഫിയ സതീശനാണ്. കേരളത്തിലെ ലഹരി മാഫിയ സതീശനാണ്, അതുകൊണ്ട് സതീശൻ രാജിവെക്കണം. സതീശന്റെ ഓഫീസിലേക്ക് എളുപ്പമണിയില്ലാതെ ഡിഫിക്കാര് പ്രകടനം നടത്തിയതാണ്. അതാണ് ജോളി ആ ഒരു ദൃശ്യം എടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. CPM നടത്തിയത് നല്ല നീക്കമാണ്, ബുദ്ധിപരമായ നീക്കമാണ്, രാഷ്ട്രീയമായി മേൽക്കൈ നേടിയ നീക്കമാണ്. ജനങ്ങൾ അവരെ പുച്ഛിക്കുന്നുണ്ടെങ്കിലും നിലവിലെ കേരളത്തിന്റെ സ്ഥിതി എന്താണ്? പിണറായി വിജയൻ പിക്ചറിൽ ഇല്ലേയില്ല. 10 വർഷം ഇതിനൊക്കെ ഹേതുമത് ഭൂതകാലമായ പിണറായി വിജയൻ രംഗത്തില്ലേയില്ല. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയനും സഖാക്കന്മാരും നടത്തിയ അഴിമതികൾ പിക്ചറിലില്ലേയില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ മയക്കുമരുന്ന് ഒഴുക്കിയത് പിണറായി വിജയൻ അല്ല, സതീശനാണ് എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. അങ്ങനെ വരുത്തി തീർത്തിരിക്കുന്നു ആര്? ഈ അന്തംകമ്മികൾ. എങ്ങനെയുണ്ട്? എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം? സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട്, മെല്ലെപ്പോക്ക്. വി.ഡി. സതീശ, ഇതാണ് താങ്കളോട് വളരെ സ്നേഹപൂർവ്വം എനിക്ക് പറയാനുള്ളത്. ഇതിനൊക്കെ കാരണം താങ്കളുടെ പിടിപ്പുകേടാണ്, താങ്കളുടെ മെല്ലെപ്പോക്കാണ്. പോരാ സതീശ, പോരാ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ 3 മാസത്തിനുള്ളിൽ ചെയ്തു. പക്ഷെ ഇതൊന്നും പോരാ. ഈ പറയുന്ന തെണ്ടിക്കൂട്ടങ്ങളെ, ഈ പറയുന്ന തെമ്മാടിക്കൂട്ടങ്ങളെ നിലക്ക് നിർത്താൻ താങ്കളുടെ ഈ മെല്ലെപ്പോക്ക് പോരാ കേട്ടോ സതീശ. ഇതാണ് ജോളി മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പൊ ജോളി പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട്, മെല്ലെപ്പോക്ക്, സതീശന്റെ കഴിവില്ലായ്മ എന്നിവ മൂലമാണ് ഇന്ന് നിസ്സാര കാര്യങ്ങൾ പോലും മുതലെടുത്തുകൊണ്ട് കമ്മികൾ സംസ്ഥാനത്ത് അഴിഞ്ഞാടുന്നത്. അപ്പോൾ ഇപ്പൊ കമ്മികൾ സംസ്ഥാനത്ത് അഴിഞ്ഞാടാനുള്ള കാരണം വി.ഡി. സതീശന്റെ മെല്ലെപ്പോക്ക്, വി.ഡി. സതീശന്റെ മെല്ലെപ്പോക്ക്, പിന്നെന്താണ് വി.ഡി. സതീശന്റെ പിടിപ്പുകേട്, മറ്റൊന്ന് വി.ഡി. സതീശന്റെ കഴിവില്ലായ്മ. ഈ 3 കാരണങ്ങളെ കൊണ്ടാണ് സംസ്ഥാനത്ത് ഇന്ന് ഈ പറയുന്ന അന്തംകമ്മികൾ അഴിഞ്ഞാടുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം സംസ്ഥാനത്ത് നടന്ന ലഹരി വ്യാപനത്തെ കുറിച്ച് വി.ഡി. സതീശൻ കഴിഞ്ഞ സർക്കാരിനെയോ പിണറായി വിജയനെയോ കഴിഞ്ഞ എക്സൈസ് മന്ത്രിയെ വകുപ്പിനെയോ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ? അതായത് കഴിഞ്ഞ 10 വർഷം ഈ തൂഫാൻ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നൂറുകണക്കിന് ആളുകൾ പിടിയിലാകുമ്പോ, നൂറുകണക്കിന് കിലോ MDMA-യും കഞ്ചാവും പിടിച്ചെടുക്കുമ്പോ ഈ പറയുന്ന വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ എന്തുകൊണ്ട് പിണറായി വിജയന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിടിപ്പുകേട് അല്ലെങ്കിൽ ഇവരുടെ തോന്നിവാസം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എന്തുകൊണ്ട് ഇവർ ശക്തിയുക്തം പറയുന്നില്ല? ഇതാ പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ പിടിപ്പുകേടെന്നോ. ഇവർ യഥാർത്ഥത്തിൽ പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കേണ്ടതായിരുന്നില്ലേ? അക്കാലത്തെ എക്സൈസ് മന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കേണ്ടതായിരുന്നില്ലേ? ഇതൊന്നും ഇവർ ചെയ്തില്ല. ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് റഹീമിനെ പോലുള്ളവർ അഴിഞ്ഞാടുന്നത്. സതീശന്റെ പറവൂരിലെ ഓഫീസിലേക്ക് ഇവർ മാർച്ച് നടത്തുന്നത്. യഥാർത്ഥത്തിൽ മാർച്ച് നടത്തേണ്ടത് പിണറായി വിജയന്റെ, ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ ഓഫീസിലേക്കല്ലേ മാർച്ച് നടത്തേണ്ടത്? കഴിഞ്ഞ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിലേക്കല്ലേ മാർച്ച് നടത്തേണ്ടത്? ഇവിടെയാണ് സതീശന്റെ പരാജയം. ഇനി രമേശ് ചെന്നിത്തല ഇവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ? അത് കേട്ടോ നിങ്ങൾ? രമേശ് ചെന്നിത്തല പിണറായി വിജയന്റെ എക്സൈസ് മന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ? ഇല്ല, നിങ്ങൾ കേട്ടിട്ടില്ല. ഏതെങ്കിലും കോൺഗ്രസ് UDF നേതാക്കന്മാർ കഴിഞ്ഞ സർക്കാരിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ? ഇല്ല. ഇതൊക്കെയാ പറയുന്നത് നിങ്ങളുടെ പിടിപ്പുകേട്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആഞ്ഞടിക്കേണ്ടതായിരുന്നില്ലേ കഴിഞ്ഞ ഭരണകൂടത്തെ, കഴിഞ്ഞ ഗവൺമെന്റിനെ അല്ലേ? നിങ്ങൾ അതൊന്നും നിങ്ങൾ ചെയ്തില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടന്ന ഈ ലഹരി വ്യാപനത്തെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും മുൻ മുഖ്യമന്ത്രിയെയും മുൻ എക്സൈസ് മന്ത്രിയെയും ചോദ്യം ചെയ്യുമെന്നും വിവരങ്ങൾ ആരായുമെന്നും വേണ്ടി വന്നാൽ കേസെടുക്കുമെന്നും ഈ മന്ത്രിസഭയിലെ ആരെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. അതാ പറയുന്നത്. പിണറായി വിജയന്റെ വീട്ടിലേക്കും ഓഫീസിലേക്കും MP രാജേഷിന്റെ വീട്ടിലേക്കും കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ ഒരു സമരം നടത്തിയതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതാ പറയുന്നത് നിങ്ങളുടെ തകരാറ്. നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നു, നിങ്ങളൊന്നും ചെയ്തില്ല. പിണറായി വിജയന് നേരെ ഒരു പ്രതിഷേധം നടത്താൻ ജനങ്ങളോടെങ്കിലും നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരും സ്ത്രീകളും തെരുവിലിറങ്ങി പിണറായിക്കെതിരെ പ്രതിഷേധിച്ചേനെ. നിങ്ങൾ അങ്ങനെ പോലും ഒരു ആഹ്വാനം നടത്തിയില്ല കേട്ടോ സതീശ. ശരിക്കും സതീശനും UDF-ഉം പൊട്ടന്മാരാണോ? ചോദിക്കാണ് ജോളി ചോദിക്കാണ്. ശരിക്കും
സതീശനും UDF-ഉം പൊട്ടന്മാരാണോ? അതോ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുകയാണോ? CPM നിസ്സാര കാര്യങ്ങൾ പോലും ദിവസവും തെരുവിലേക്ക് വലിച്ചിഴച്ച് കഴിഞ്ഞ 10 വർഷക്കാലത്തെ അവരുടെ തെറ്റുകുറ്റങ്ങളെല്ലാം മറയ്ക്കുകയാണ്. CPM അതാ ചെയ്യുന്നപ്പം. കഴിഞ്ഞ 10 വർഷം അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർ മറക്കുകയാണ്. നിസ്സാര കാര്യങ്ങൾ വലിച്ചിഴച്ചു കൊണ്ടുവന്നിട്ട് അതൊക്കെ പൊളിയുകയും ചെയ്യുന്നു. പക്ഷെ പൊളിഞ്ഞാലും ഇവർ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 3 മാസം മാത്രം പ്രായമായ UDF സർക്കാരാണ് കേരളത്തിലെ ഏറ്റവും വലിയ തെറ്റുകാർ എന്ന് വരുത്തി തീർക്കുകയാണ് അന്തം കമ്മികൾ. ഏത് രീതിയിലുള്ള നുണകൾ ഉണ്ടാക്കാനും, ഏത് രീതിയിലുള്ള നരേറ്റീവുകൾ ഉണ്ടാക്കാനും, പെണ്ണ് കേസുകളും ഗർഭക്കേസുകളും ഉണ്ടാക്കാനും, വൃത്തികെട്ട രാഷ്ട്രീയ കളികൾ നടത്താനും, തെരുവിലിറങ്ങി ജനങ്ങളുടെ സ്വൈര ജീവിതം നശിപ്പിക്കാനും CPM-നെ കഴിഞ്ഞിട്ടേ ലോകത്തിൽ വേറൊരു ക്രിമിനൽ പാർട്ടിയുള്ളൂ. ശരിയല്ലേ? ഇത് എത്രയോ വട്ടം അവർ തെളിയിച്ചിട്ടുള്ളതാണ്. തമിഴ്നാട്ടിൽ വിജയ്ക്കെതിരെ ഇങ്ങനെ ദിവസവും സമരം നടത്തുന്നുണ്ടോ അവിടുത്തെ പ്രതിപക്ഷം? ജോളി ചോദിക്കുകയാണ്. നിങ്ങൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കൂ. ഇതേപോലെ പിണറായി വിജയൻ ഭരിച്ച പോലെ ഉള്ള തോന്നിയാസങ്ങൾ മുഴുവനും ചെയ്ത സ്റ്റാലിൻ സർക്കാർ, അതിനുശേഷം വിജയ്, ജനങ്ങളുടെ പ്രിയപ്പെട്ട വിജയ് അധികാരത്തിലേറിയപ്പോ അവിടെ ഇതേപോലെ DMK-ക്കാർ എല്ലാ ദിവസവും ഇവിടെ CPM-മാർ നടത്തുന്ന പോലെ അവിടെ സമരം നടത്തുന്നുണ്ട്. എന്തുകൊണ്ട് സമരം നടത്തുന്നില്ല? സമരം നടത്തിയ വിവരം അറിയും. സമരം നടത്തിയാൽ വിജയ് എല്ലാത്തിനെയും തൂക്കി കണ്ട് അകത്തുകൊണ്ടേ ഇടും. പേടിച്ചിട്ട് DMK-ക്കാർ മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ ഇവിടെ DYFI-ക്കാർ ഒരു പേടിയില്ല, CPM-കാർക്ക് ഒരു പേടിയില്ല. ഞങ്ങൾ അങ്ങനെ രമേശ് ചെന്നിത്തല തൊടൂല, ഞങ്ങളെ VD സതീശൻ തൊടൂല. ഇതാടോ നിർത്തേണ്ടത്? നിർത്തിക്കണം. ഈ പറയുന്ന ക്രിമിനലുകളെ നിലക്ക് നിർത്തിക്കുകയാണ് സതീശ, രമേശ് ചെന്നിത്തലയെ നിങ്ങൾ ചെയ്യേണ്ടത്. ഓർമ്മിപ്പിക്കുകയാണ് ജോളി കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, തമിഴ്നാട്ടിൽ അങ്ങനെ അവിടെ പ്രതിപക്ഷം സമരം നടത്തുന്നുണ്ടോ? ഇല്ല. എന്താ? തൂക്കിയെടുത്ത് അകത്തിടും, പിന്നെ പുറലോകം കാണില്ല. അത് തന്നെ തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രതിപക്ഷ സമരങ്ങൾ നടത്താത്തതിന് കാരണം അത് തന്നെയാണ്. ഇതിനെല്ലാം പരിഹാരം ഒന്നേയുള്ളൂ. പിണറായി വിജയനെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ കേസുകളും ഒരു അന്വേഷണ ഏജൻസി രൂപീകരിച്ചുകൊണ്ട് അന്വേഷിക്കുകയും അയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്യണം. അതിൽ കുറഞ്ഞൊന്നുമില്ല. അതാ ഏറ്റവും പെട്ടെന്ന് രമേശ് ചെന്നിത്തലയും VD സതീശനും ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ ആരെ പേടിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്? 102 സീറ്റുകളുമായി നിങ്ങൾ അധികാരത്തിലേറിയത് ഇങ്ങനെ മെല്ലപ്പോക്ക് പോകാനാണോ? ഇങ്ങനെ പേടിച്ചിരിക്കാനാണോ? ശരിയല്ലേ ജോളിയുടെ ചോദ്യം? ഇവിടുത്തെ ഓരോ കോൺഗ്രസ്സുകാരനും മനസ്സിന്റെ ഉള്ളിൽ ചോദിക്കുന്ന ചോദ്യമല്ലേ ഇത്? രമേശ് ചെന്നിത്തലയെ കഴിഞ്ഞ പ്രാവശ്യം VD സതീശനെ എന്ന് പറഞ്ഞാൽ UDF സർക്കാരിനെ അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ട് 102 സീറ്റുകൾ UDF-ന് നേടിക്കൊടുത്തത് ഇവിടുത്തെ വെറും കോൺഗ്രസ്സുകാരാണോ? ഇവിടുത്തെ വെറും മുസ്ലിം ലീഗുകാരനാണോ? അല്ലല്ലോ. ഇവിടുത്തെ CPM-കാർ ഉൾപ്പെടെ വോട്ട് ചെയ്തിട്ടാണ് VD സതീശൻ ഇന്ന് മുഖ്യമന്ത്രിയായി ഞെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ VD സതീശൻ ചെയ്യേണ്ടത് ഒരു നിമിഷം പോലും പാഴാക്കാതെ പിണറായി വിജയനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു അന്വേഷണ സംഘത്തെ ഏർപ്പാടാക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ എല്ലാം തീരും. ഇവരുടെ ഇമാതിരിയുള്ള ഇവരുടെ എല്ലാ തോന്നിവാസങ്ങളും ഇതോടെ അവസാനിക്കുമെന്നാണ് ജോളി പറയുന്നത്. അതുകൊണ്ട് VD സതീശ, നിങ്ങളുടെ ഇനിയുള്ള ഓരോ നീക്കവും ചടുലമായിരിക്കണം. ഇത്തരത്തിൽപ്പെട്ട തെമ്മാടിക്കൂട്ടങ്ങളെ നിങ്ങൾ നിയന്ത്രിച്ച് തീരൂ എന്ന് വളരെ എന്താ പറയാ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളോടെ ഈ ജോളി പറയുമ്പോ ഇവിടുത്തെ ഓരോ കോൺഗ്രസ്സുകാരനും ഇവിടുത്തെ ഓരോ മുസ്ലിം ലീഗുകാരനും, അതൊക്കെ പോട്ടെ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ തോന്നിവാസങ്ങൾക്കെതിരെ നിങ്ങൾ അധികാരത്തിലെത്തിച്ച ഇവിടുത്തെ ഓരോ വോട്ടർമാരും ആഗ്രഹിക്കുന്നത് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി ഇങ്ങനെ പ്രവർത്തിച്ച പോരാ. ഈ തമ്മാടിക്കൂട്ടത്തെ, ഈ അഴിഞ്ഞാട്ടക്കാരെ നിലക്ക് നിർത്തുകയാണ് വേണ്ടത്. അതിനുള്ള ഊർജം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.